ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഇന്നത്തെ ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഹെക്റ്റിക് ഡേ ആണ്. കാരണം 2 വർക്കുള്ള ഒരു ഡേ. അതായത് സ്കൂൾ കഴിഞ്ഞാൽ നേരെ ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് വർക്കിന് പോകും. സോ റെഡിയായി. ഇനി എനിക്ക് ലഞ്ച് പാക്ക് ചെയ്യണം. ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു ആപ്പിളോ ബനാനയോ എന്തെങ്കിലും വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നേരെ കിച്ചണിൽ എനിക്കൊരു 2-3 ദിവസത്തേക്ക് ഞാൻ ലെമൺ റൈസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെമൺ റൈസാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ലഞ്ച് പാക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതും ഒരു 5 മിനിറ്റ്സിൽ എനിക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യുക. ഒന്നിനും സമയമില്ല. എല്ലാം ഒരു എന്താ പറയുന്നത്, ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പക്കയായിരിക്കണം. സോ ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ, അല്ലെങ്കിൽ ഒരു മോർണിംഗ് റഷ് റുട്ടീൻ എന്നൊക്കെ പറയാം. ഫൈനലി ഞാൻ എൻ്റെ സ്കൂൾ കഴിഞ്ഞ് ഞാൻ വീടെത്തി, ഷിഫ്റ്റ് കഴിഞ്ഞ് വീടെത്തി. സോ എനിക്ക് അടുത്ത ജോബ് 6 മണിക്കാണ്. 6 മണിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ 4:45. ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് എടുത്തിട്ട്, റെസ്റ്റ് അല്ല, ഒരു ചായ ഇന്നെൻ്റെ ഫ്രണ്ടും വീട്ടിലുണ്ട്. പിന്നെ ഈ മുതലും വീട്ടിലുള്ളത് കൊണ്ടിട്ട് എനിക്ക് പിന്നെ വീട്ടിൽ വന്നിട്ട് പോകാൻ ഒരു ടെൻഡൻസി കാണും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു, ചായയൊക്കെ കുടിച്ച് ഞാനോ വെയിറ്റ്, ഒരു വർക്ക് കഴിഞ്ഞു, വീടെത്തി. ഇപ്പം 5 മണി, എനിക്കിനി 6 മണിക്ക് അടുത്ത ഷിഫ്റ്റ്. ഞാൻ ഇനി റെഡി ആയിട്ട് ഈ ഒരു വൈബിൽ നിന്ന് വിട്ടുമാറി ഞാനിനി അടുത്ത ജോലിക്ക് പോകണം. എനിക്ക് വയ്യ. എല്ലാവരും എന്നോട് ഓഫ് എടുക്കാൻ പറഞ്ഞെങ്കിലും ഒരു സിക്ക് വിളിക്കുകയാണെങ്കിൽ 4 മണിക്കൂർ മുന്നേ സിക്ക് വിളിക്കണം. എനിക്ക് അങ്ങനെ ഒരു കള്ളത്തരം പറയാനൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അത് വേറൊരു കേസ്. പിന്നെ എന്താ, വെറുതെ എന്തിനാ പൈസ കളയണമെന്ന് വെച്ചിട്ട് ഞാൻ പോയി. എന്തായാലും 10 മണിക്ക് വർക്ക് കഴിയും, ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീടെത്തും. എങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഒന്നും ആലോചിക്കാതെ ഞാൻ പിന്നെ ഗോട്ട് റെഡി എന്നൊക്കെ പറയാം. സോ ഫൈനലി ഞാൻ എൻ്റെ ഷിഫ്റ്റിന് ഇറങ്ങട്ടെ. ഇറങ്ങിപ്പോ അഞ്ചിതാ, ആകെ എൻ്റെ അടുത്ത് സ്നേഹമുള്ളത്. So bye guys. See you later. One eternity later. Finally എൻ്റെ റെസ്റ്റോറൻറ്റ് പണി കഴിഞ്ഞു. ഞാനിതാ ഓൾമോസ്റ്റ് വീടെത്താറായി. ആൻഡ് എനിക്ക് ഇച്ചിരി ഗസ്റ്റ് കൂടുതലാണ് വീട്ടിൽ. ഒരു ഗസ്റ്റ് എനിക്ക് കൂടുതലാണ്. ഇന്നിനി ഉറക്കമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ലേറ്റാവും. കാരണം എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉള്ളത് കൊണ്ടിട്ട് എന്താ പറയുക, ഇനി അവർ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ചിരുന്ന് ഞാൻ നല്ല ടയർഡാണ്. പിന്നെ എന്നാലും നാളെ എനിക്ക് സ്കൂൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സമാധാനത്തിൽ, ഈവൻ ഇഫ് ഐ ഫീൽ സ്ലീപ്പി, എനിക്ക് നാളെ വന്ന ഉടനെ എനിക്ക് ഉറങ്ങാം. ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് ഞാൻ നോക്കത്തില്ല. ഫസ്റ്റ് എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. ഇൻ കേസ് ഇന്ന് ഞാൻ ലേറ്റായി കിടന്നാൽ നാളെ ഞാൻ ഇച്ചിരി റിലാക്സ്ഡ് ആണ്. നാളെ മാത്രം, പിന്നെ വ്യാഴം വെള്ളി വീണ്ടും എനിക്ക്
പണിയെടുക്കണം. പിന്നെ സാറ്റർഡേ ഞാൻ ഫുൾ ഓഫ് കേട്ടോ. സോ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നോക്കാം. എടുത്തി ലെറ്റ്സ് സീ. നേരെ ഞാൻ കിച്ചണിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാം. വാവ്, ഓ മൈ ഗോഡ്. അങ്ങനെ എൻ്റെ ആ ഒരു ലോങ് ഡേ കഴിഞ്ഞു. ഇനി എനിക്ക് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കിച്ചണിൽ പോവാം. കാരണം ഇനിയിപ്പോൾ അവരെന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഇനി നേരെ കിച്ചണിൽ. എനിക്ക് കുക്ക് ചെയ്യാനൊന്നുമില്ല, എനിക്ക് വിശപ്പില്ല. ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. സോ ഞാനൊന്നും കഴിക്കത്തില്ല. എന്തായാലും അവർക്കൊരു കമ്പനിക്കൊക്കെ എടുത്ത് ഒന്ന് ചില്ലാവാം. ഇന്ന് എന്തായാലും എൻ്റെ ഉറക്കം ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ലേറ്റ് ആവും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 2 മണി 3 മണി അതിൽ കൂടുതൽ. ചിലപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ ഒരു സിക്ക് വിളിക്കാനുള്ളൊരു ചാൻസും ചിലപ്പോൾ കാണുന്നുണ്ട്. എന്നാലും ഞാൻ വിളിക്കത്തില്ല. കാരണം എനിക്ക് ആ സ്കൂളിനോടുള്ള എനിക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇച്ചിരി കൂടിപ്പോയി. എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ നാളെ സിക്ക് വിളിക്കുകയാണെങ്കിൽ അത് അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ എന്തായാലും അത് ഞാൻ നോക്കത്തില്ല. മാക്സിമം ഞാൻ പോകും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം തന്നെ 2:30 മണിയായി. ഇനിയിപ്പോൾ ഒന്ന് ഇറങ്ങി വരുമ്പോൾ 3-3:30 ആയിരിക്കും. 3:30 ആവും. പിന്നെ എനിക്ക് എന്താ പറയാനാ 4, 5, 6 ഒരു 3-3:30-4 മണിക്കൂർ പോലും തികച്ച് കിട്ടത്തില്ല എനിക്ക് ഉറങ്ങാനായിട്ട്. സോ അങ്ങനെ ഞാൻ എല്ലാവരോടും ഞാൻ ബൈ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങാൻ പോവാം. അപ്പം അത്രയേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ ഒരു ലോങ് ഡേ വിത്ത് ലോട്ട്സ് ഓഫ് ഗുഡ് memories. Thank you all and see you again. Thank you.